നമസ്കാരം. ഉത്തർപ്രദേശിൽ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ മലയാളി ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോരഖ്പൂരിലെ BRT മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന 32-കാരനായ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ അബിഷോ ഡേവിഡിനെയാണ് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ആത്മഹത്യാക്കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അനസ്തേഷ്യ വിഭാഗത്തിൽ ഡോക്ടർ അബിഷോ ഡ്യൂട്ടിക്ക് ഹാജരായിരുന്നില്ല. കോളുകൾക്ക് മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ അദ്ദേഹത്തിന്റെ മുറിയിലെത്തിയിരുന്നു. വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു. ആവർത്തിച്ച് മുട്ടിയിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ ഗ്ലാസ് പൊട്ടിച്ച് അകത്തേക്ക് നോക്കിയപ്പോൾ ഡോക്ടർ കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു സിറിഞ്ചും ഒന്നിലധികം കുപ്പികളിലുള്ള രാസമരുന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് അമിത അളവിൽ കുത്തിവെച്ച് മരിച്ചതാകാമെന്നതാണ് പ്രാഥമിക നിഗമനം. മുറി നിലവിൽ സീൽ ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് സംഘം സമഗ്രമായ പരിശോധന നടത്തി. ആത്മഹത്യാക്കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിച്ചിരുന്ന മരുന്ന് ഉപയോഗിച്ചാണ് ഡോക്ടർ ജീവൻ ഒടുക്കിയതെന്നാണ് സംശയം. ഡോക്ടർ അബിഷോ 3-ാം വർഷ PG വിദ്യാർത്ഥി കൂടിയായിരുന്നു. 1 വർഷം മുമ്പാണ് അദ്ദേഹം വിവാഹിതനായത്. ഭാര്യ കേരളത്തിൽ ഡോക്ടറാണ്. ഭാര്യ ഗർഭിണിയുമാണ്. കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അവർ ഗോരഖ്പൂരിൽ എത്തിയാലുടൻ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ സതീഷ് കുമാർ സ്ഥിരീകരിച്ചു. ഹോസ്റ്റൽ വാർഡൻ ഡോക്ടർ സുരേന്ദ്രകുമാർ നൽകിയ വിവരമനുസരിച്ച് സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന അവസാന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഡോക്ടർ അബിഷോ. വ്യാഴാഴ്ച രാത്രി പുലർച്ചെ 2 മണിവരെ ഹോസ്റ്റലുള്ള 2 പേർക്കൊപ്പം അദ്ദേഹം ഇരുന്ന് പഠിക്കുകയായിരുന്നു. രാത്രി 11 മണിയോടെ അത്താഴത്തിന് പുറത്തുപോയി. അതേസമയം അദ്ദേഹം അസ്വസ്ഥതയോ അസാധാരണമായ പെരുമാറ്റമോ ഒന്നും തന്നെ പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും വെളിപ്പെടുത്തി.